ഒന്നാമത് നമ്മളേതും തരത്തിനാണെങ്കിൽ എന്റെ അഭിമാനം വെച്ചിട്ട് ആകെ അത് ഒത്തിരി ഉള്ളൂ. ഏഹ് ഈ പള്ളിക്കൊക്കെ ചെന്ന് ഇതിനകത്ത് പറഞ്ഞ കാര്യം ഞാൻ വിടൂല. ആ വിടുവോ ഇല്ല. ഞാൻ പറയാത് ഈ അരി മേടിക്കാൻ പോണവന് 10 കിലോ അരി മേടിച്ചു കൊടുത്താലോ വീട്ടിൽ പോയില്ല. അടി മേടിച്ചിട്ട് പോകും. അതിശയുള്ള കാര്യം അതാണ്. പിന്നെ നമ്മൾ യാദൃച്ഛമായിട്ടൊക്കെ ഉണ്ടാകും. നമ്മളൊരാളെ തല്ലാനായിട്ട് ഒരു ഇല്ലാതെ ആണുങ്ങളെ തല്ലാൻ ഇവരെ കൊണ്ട് കൊല്ലാൻ പറ്റില്ല. ഇവരെന്നെ ദാവൂദ് ഇബ്രഹാമോ കൊണ്ടുവരുവാണോ? ഈ കൊട്ടേഷൻ എന്ന് കേട്ടൊക്കെ ഇവര് പിന്നെ ഇവിടെ എവിടെ കൊട്ടേഷൻ കിടക്കണം. കൊട്ടേഷനുള്ള സ്ഥലങ്ങളുണ്ട്, കൊടുങ്ങല്ലൂരും അങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളുണ്ട്. ഇവന്റെ കല്യാണത്തിന് ഇവിടെ ഈ വീടാ ഒരു നായന്മാരാ പോയവര് അവര് അങ്ങനെ കഴിഞ്ഞപ്പോ ഇവന് ഭയങ്കര മനപ്രാസം പോലെ. അതാ ഞാൻ ഇവന് ചീത്തയാക്കി എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞു ഇവന് കിട്ടിയ തരൂ. ഞാൻ ലാസ്റ്റ് അവിടെ ഒരാളുണ്ടാ വിളിച്ചു. ഇപ്പൊ രാത്രിയായപ്പോ വന്നോളൂ. സ്പീഡ് കൂടിയ വണ്ടിയാ. അതെവിടെ കൊണ്ടിട്ടു. ഞാൻ ഈ മനപ്രാസം കാരണം ഇയാൾ വരാന്ന് പറഞ്ഞാണ് ഈ പാപ്പയുടെ അവിടെ മദ്യം വെക്കുന്നുണ്ട്. 1 ലിറ്റർ കിട്ടിയിട്ട് കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്തോട് വരുമ്പോ വിളിട്ട് വെച്ചപ്പോ മുറിയിലുണ്ടെന്ന് പറഞ്ഞു. മുറിയിലുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ചെന്നപ്പോ പറഞ്ഞു ലൈറ്റ് ഇട്ട്. അന്ന് അവിടെ കറണ്ട് ഉണ്ട്. എളുപ്പം മാറ്റിയത്. അപ്പൊ പറഞ്ഞു കറണ്ടൊന്നും ഇട്ടുണ്ടെന്ന് പറഞ്ഞു. ഗോപാലത് അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് ഇവര് BJP അങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിരിക്കും. ഇതിന് പോണോ ഇവന്റെ ഇത് ഞാൻ പറഞ്ഞു പോലെ എന്റെ ബുദ്ധിമോശാന്ന് പറഞ്ഞു. ഓ അങ്ങനെ ബുദ്ധിമോശമൊന്നുമില്ലെന്ന് പറഞ്ഞു. മുന്നോട്ടും പോയി കിടന്നെന്ന് പറഞ്ഞു. നിർത്തില്ല അവിടെ. അവരിറങ്ങി വന്ന എന്റെ ചെയ്യുന്നത് പെണ്ണ് ഇറങ്ങി വരാന്ന് പറഞ്ഞു. 12 മണിക്കാണ്. ആ കാണുന്ന ഒരു പട്ടിക്കൂടല്ലേ പെണ്ണിന്റെ തന്റെ പട്ടിക്കൂട്ടിൽ അവൻ ഇറങ്ങി വന്ന പട്ടിക്കൂട്ടി കിടന്നുറങ്ങുന്നു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. അയാളെ കൃത്യം നടത്തിട്ട് അവിടെ നിന്നോട് ഓരോന്നിടത്ത് ഒരു കേസ് കൊടുക്കില്ല. ഭയങ്കര ഇത് എല്ലാവരും ഇളകിയില്ല. ഇളകിയപ്പോ ഇവരോട് പറഞ്ഞു, ഇവനോടും അവളോടും പറഞ്ഞു. അവിടെ നിന്ന് മോർച്ചയുടെ അല്ല അഞ്ചപ്പെട്ടിക്ക് ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നു വന്നു. ഒരാളങ്ങ് വരില്ലാട്ടൊന്നു. ഒറ്റ എണ്ണം തിരിഞ്ഞു നോക്കിയില്ല. ഇന്നും വരും കാണാൻ. ആ ആ അങ്ങനെയാണ് അയക്ക് ഇവനെ കഴിച്ചു. അയക്ക് ഇന്ന് സ്വന്തമായിട്ട് ഒരു അമ്പലമുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. കോടീശ്വരനായി. നമ്മള് വലയിടാൻ ഇറങ്ങൂലേ അരയന്മാര്. എന്നെ ഞാൻ ആദ്യം ഇവിടുന്ന് 2-3 ദിവസം പോയി താമസിക്കുന്ന അവിടെ പണി കിട്ടിയ പിന്നെ നിർബന്ധമായിട്ട് ഒരു കുടുംബസേന വന്നെ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊണ്ടോന്ന ആൾ വന്നിട്ടുണ്ട്. പൊങ്ങിത്തരം പറയുമല്ലോ വന്ന ആള് മുഴുവൻ പുള്ളിയെ കാണാനല്ല. ഞാൻ കുരങ്ങ് മാർക്കും പുള്ളി എന്നെ കാണാനോ. അവിടെ അങ്ങനെ പറയുന്നത് ഈ വന്ന പുള്ളിക്ക് ഈ വള്ളത്തേലോ ബോട്ടേലായിട്ട് വലയിട്ടേല് ഈ പന്നി കയറി. അപ്പൊ പറഞ്ഞു പന്നി കയറിയില്ലാന്നെങ്കിൽ ഒരു 7 രൂപ കിട്ടിയേനെ. കാരണം ഇപ്പൊ 40-45 കിട്ടുള്ളൂ. അപ്പൊ ഞാനോർത്തൊരു 70,000 അങ്ങനെയല്ലോ അറിയും. വള്ളത്തെ പോണതല്ലേ ഇതൊക്കെ ആയിരിക്കും പറഞ്ഞത്. കൊടുക്കാല്ലേ അറിയണത് 70 ലക്ഷം കിട്ടണമെന്ന്. 70 ലക്ഷം. അതിന് ഇയാളൊരു 100 ജപിച്ച് കിട്ടിയാലോ അതില് പന്നി കയറൂല. അല്ലെ പന്നി കയറൂല. ആ വള്ളത്തെ കയറൂല. ആ വലയെ കയറൂല. ഈ കടലിലേക്ക് ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേന് ക്യൂ പാലിച്ചാണ് എല്ലാവരും കൂടെ വന്നിങ്ങനെ ഈ ആര്യന്മാർ വന്നിരിക്കുക നേരെ എടുത്ത്. ഇത് ഈ സമയത്ത് അതിൽ കയറുമില്ല. ഒരു ദിവസത്തെ വരുമാനം കൂട്ടി നോക്കും. അല്ലോ വരുമാനം. നേരത്തെ അമ്പലത്തിൽ ശാന്തിയായിരുന്നു. പുത്തുമേലക്കര അമ്പലത്തിൽ. ഞാൻ അവിടെ 5-6 കൊല്ലം അടുപ്പിച്ച് പോകുമ്പോ നേരാ ശാന്തി. അങ്ങനെ അങ്ങ് അടുത്തതാ. ആ ബന്ധപ്പം ഒത്തിരി കൊല്ലമായി. ഇപ്പോഴും പുള്ളിക്കൊരു 50 വയസ്സുള്ളൂ. ഇവിടെ മുട്ടും. ഇടയ്ക്കിടയ്ക്കൊക്കെ വരും ഈ കുചാലിനെ കാണാൻ. ഒരു പുള്ള എന്നെ കേട്ട വരും. പിന്നെ അയാളാണ് പുത്തമ്മേലൊക്കെ പോകുന്നത്. ഗോപൻ. പിന്നെ സ്പിരിറ്റ് വണ്ടി കൊടുക്കലായിരുന്നു. എന്തുകൊണ്ടിയാ സ്പിരിറ്റ് കള്ള സ്പിരിറ്റ് വണ്ടി. അനിയനായിട്ട് എൻ്റെ ഒരു കേസ്, എൻ്റെ കൂട്ടുകാരൻ്റെ ഏതോ ഒരു കേസിനോട് ചെന്ന് കഴിഞ്ഞപ്പോൾ SI ചാടി കുറിച്ച്
അങ്ങനെയൊന്നും ഇങ്ങാരും പിന്നാക്കം വിട്ടില്ല. അവസാനം SI കഴുത്തെ പിടിക്കാൻ കൈവക്കിട്ട് എന്ത് ചെയ്ത് എത്തണില്ല. പുള്ളി കൈ മേടിച്ചു പിടിച്ചേ ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു. അത് തള്ളു വിട്ടു, അവിടെ പോയി വീണു. ഇയാൾ ഇതിലൊന്നിനും കൂടാണ്ട് BJP RS കൊടുങ്ങല്ലൂർ ഏറ്റവും കൂടുതൽ അവിടെ പിന്നെ ഇവന്മാർ കളിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്. എന്നാ കുറെ കാലങ്ങളായിട്ടുള്ള ബന്ധം ഇന്നും ഒരു കുറച്ചിലേന് പറ്റിയിട്ട് എന്റെ ഒരു കൂട്ടുകാർക്ക് ഇല്ല. വൺ പാർട്ടിയായിട്ട് ഒരുപാട് കമ്പനി. ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇത് പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനോ അതൊന്നും പറയില്ല. കുടിക്കാൻ ചോദിച്ചോടെ ഇഷ്ടം പോലെ. പുള്ളി നോക്കണത് ഇപ്പൊ അലക്സാണ്ടർ ചെല്ലുവാണെങ്കിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. ഇയാളെ എന്നെ കാണാൻ വന്നെന്ന് നോക്കും. പിന്നെ ഒന്നും പറയില്ല. ഇതിനൊരു ആവശ്യം എന്നാല് ഇത് സമയത്താണ് കയറി വന്നത്. ആ സമയത്ത് പറയുള്ളൂ. സമയം കഴിഞ്ഞ ഇവിടെ ഈ മൂത്തേർക്കനെയും ഇവിടെ കൊണ്ട് വലയിട്ട് ഈ നെല്ലുവലൊക്കെ ഇടയിലുണ്ട്. ചെറുപ്പായിരുന്നു. ഒരു പെരുമ്പാൻ വരുന്നു വണ്ടി വെള്ളത്തില്. പിന്നെ അറിയണേ മിണ്ടുപോലും പിടിക്കുമല്ലോ ഒന്നുമില്ല. പിന്നെ അവിടെ കണ്ട് ഇങ്ങനെ നിൽക്കുള്ളൂ. ഇവിടുത്തെ മൂത്തേർക്കൻ ഇങ്ങനെ നിൽക്കുള്ളൂ. അനക്കമില്ല. ഇവിടെ കൊണ്ടുപോകാത്ത ആശുപത്രികളൊന്നുമില്ല. കൂടോത്രം തീർക്കാനും മന്ത്രവാദം തീർക്കാനും ഒക്കെ പോയി. എനിക്ക് ഞാൻ ഈ കിടങ്ങൂരാനെ ഈ പാർക്കാടി കുന്നങ്ങളടുത്ത് കൊണ്ടുപോയി. അവസാനം ഇവിടെ ആരും കാണണ്ടല്ലോ എന്ന് വെച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ പല ആശുപത്രി ലൈറ്റിലും ഒക്കെ കൊണ്ടുപോയി. ഒരു ഫലമില്ല. എന്റെ ഈ വിഷമമൊക്കെ കണ്ടുകൊണ്ട് അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു, മുറ്റച്ചൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെ ഒത്തിരി പോകണ്ട, ഒരു 10-20 കിലോമീറ്റർ താഴെയുള്ളൂ. അവിടെ ഒന്ന് പോയി നോക്കാം, പൊന്നന്റെ നിരാശ മാറുന്നു. എനിക്ക് അന്നേരം നിരാശ, ഇതെങ്ങും പോയിട്ട് മാറില്ല. പിന്നെ എങ്ങനെ മാറാനായിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു ഓല മേഞ്ഞ വീട്, ഒരു തള്ള, ബ്രാഹ്മണശ്രീ ഒന്നും അല്ല, ഒരു തള്ള, നമ്മളെപ്പോലൊക്കെ ഉള്ള കുടുംബത്തിലെ പോലെ. ഞാൻ ഈ അയ്യപ്പന്റെയും ഗുരുസ്വാമിയുടെയും ഒരാളാണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൂടുതൽ ഇഷ്ടം എന്നാന്ന് വെച്ചാൽ അവിടെ ജാതിയില്ല, മതവും ഇല്ല, ഒന്നുമില്ല, ആർക്കും ചെല്ലാൻ പോരാ. ഇതുകൊണ്ട് എനിക്ക് ഇവർ രണ്ടുപേരും ഇഷ്ടം. ഞാൻ ഇഷ്ടപ്പെട്ടോന്ന് അവർക്കും ഇല്ല. അപ്പൊ അവിടെ ചെന്നു. കുറെ ആനോടോസന്മാരങ്ങനെ പലരും ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുല്ലിപ്പറമ്പ് ശശിയേട്ടനൊക്കെ ഉണ്ട്. എന്നെ ഈ പറമ്പിലെ നിൽക്കാൻ സ്ഥലമുള്ളൂ. അപ്പൊ എന്നെ കണ്ട് ഈ എന്റെ കൂടായപ്പോ ഞാൻ ചെന്നു. എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വീണ്ടുമില്ല, അങ്ങനെ ഇങ്ങനെ. തനിക്കാണോ സുഖമാണെന്ന് ചോദിച്ചു. അസുഖം ഈ തള്ള ചോദിച്ചു. അല്ല ഇവനാന്ന് പറഞ്ഞു. താൻ മിണ്ടരുതെന്ന് പറഞ്ഞു. ഇവർക്ക് സമയത്താ ഇവരിങ്ങനെ വന്നിരുന്ന. അതുപോലെ എനിക്ക് എങ്ങും വിശ്വസിച്ചിട്ടില്ല ഈ മന്ത്രവാദത്തില്. എന്നാ ഏറാഴത്തേക്ക് അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒളിച്ചുകളി ഒന്നും വേണ്ട, എല്ലാം ഇവിടെ പറഞ്ഞിട്ടല്ലാണ്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകില്ലെന്ന്. ഈ ആങ്ങളെ ഉണ്ടോ ഒരാൾ, ഇവര് പുറത്തോടെ ഇത്ര ശതമാനമുള്ള ഡോമ ആങ്ങളയ്ക്ക്, പുറത്തും ചങ്കത്തും ഒക്കെ ഇത്രയും പോക്കുള്ള ഒരു പാണ്ടിക്കലുണ്ട്. ഇതിൽ എന്നാ ദൂരെയിട്ട് കത്തിക്കണമെന്ന് അറിയാൻ പറ്റില്ല. ഇത് തീയം കിട്ടി വരച്ച് നമ്മുടെ മോളി മുട്ടും. ആയെങ്ങനെ എടുത്താൽ തള്ള തന്നെ ഈ ആങ്ങളെ കുഞ്ഞിരിക്കും. ഈ നല്ല പുൽക്കുഞ്ഞു പോലെ ഇരിക്കണേ, കരടി പോലെ ഇരിക്കണം ഡോമായിട്ട്. ഈ കത്തണത് ഇവരിങ്ങനെ ഊതിക്കൊണ്ടെടുക്കണേ, ആ പുറത്തേക്ക് അങ്ങ് പൊത്തി വെക്കും. അത് കഴിഞ്ഞ അവര് ഇരിക്കണത്. ഇവനൊന്നും മിണ്ടിട്ടില്ല, അക്ഷരം മിണ്ടൂല്ല, ഇങ്ങനെ ഇരിക്കുള്ളൂ. അവനോട് ഇങ്ങനെ വെച്ചിരുന്ന അന്നേരം ഇവർക്ക്, അപ്പൊ ഇവരുടെ മുഖം നമുക്ക് തോന്നിയാലോ കണ്ട. ഈ തീ കാണാനുമില്ല, ഈ പുറത്ത് കുത്തി വെച്ചേക്കുക. ഇവൻ നല്ല കിളി പറയും പോലെ എല്ലാം പറഞ്ഞു. ഒരു ആഹാരം കഴിക്കില്ല, എല്ലാം പറഞ്ഞു. അത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ കരിക്കിരിക്കണ പാവ വേണമെന്ന് പറഞ്ഞു. ഒന്നും കഴിക്കില്ല തന്നെ. പിന്നെ പുട്ടും കടലയും വേണമെന്ന് പറഞ്ഞു. അതൊക്കെ തിന്നു. അത്ര നാളത്തെങ്കിലും അന്ന് തിന്നു. ഞാനെന്താ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ എന്നാ തരണ്ടെന്ന് വെച്ചു. നിങ്ങളൊന്നും തരണ്ട, നിങ്ങളുടെ മുഖം ഞാൻ വായിച്ചു, നിങ്ങൾക്ക് എന്നെ ഒരു വിശ്വാസം ഇല്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. നമ്മൾ ഈ വിഷമോ ഈ ഉറക്കളിക്കാണ്ടും ഈ ശരീരം താന്നാനൊരു തോളുമൊക്കെ അടിച്ചല്ലേ നടക്കാൻ പെണ്ണുങ്ങൾ ഇതായപ്പോഴേ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിട്ടാ, അമ്മ അവിടെ നിന്ന് തെറ്റിദ്ധരിക്കരുന്നു. ഇപ്പൊ എപ്പോഴേലും പൈസ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കരി, ഒരു പാട്ട എണ്ണ തന്നാൽ നല്ലതാണ്. അത് വശം അനുസരിച്ച് തന്നാലും കുഴപ്പമില്ല, തന്നില്ലേലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു.
അവിടെ ഏതാണ്ട് ഒരു 200 പേരെങ്കിലും ചോറ് കൊടുക്കുന്നുണ്ട്. ഈ നിൽക്കുന്നവർക്കെല്ലാം അവർക്ക് അല്ലാണ്ട് ഇവർക്കൊന്നും പറ്റാല്ല. ഇവര് കല്യാണം കഴിച്ചൊന്നുമല്ല, ഇവർക്ക് കൊടുക്കാനാ. ആ പിന്നെ അവന് അസുഖം ഉണ്ടായിട്ടില്ല. അതിലും ഞാൻ ഓർക്കുന്നത്, ഞാനത് കൊടുത്തുന്ന എന്തെങ്കിലും പറയാമല്ലോ. ഞാൻ ഒന്നിലെ പിള്ളേ എനിക്ക് ചിലപ്പോ പണിയില്ലായിരിക്കും, അല്ലെങ്കിൽ വേറെ സമയമില്ലായിരിക്കും. ഇവനത് മാറുകയും ചെയ്തു. അപ്പൊ ഞാനങ്ങനെ നീണ്ടു കണ്ട് അവര് മരിച്ചുപോയി. ഇപ്പൊ ആങ്ങളെയാ, എന്നാലും മനസ്സിലുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യണം, ഇപ്പൊ എല്ലാം കൊടുക്കണമെന്നുള്ളതുണ്ടോ. അങ്ങനെ ഒരു സ്ഥലം ഞാൻ എങ്ങും കണ്ടിട്ടില്ല. പിന്നെ അസൂയ അവനുണ്ടായിട്ടില്ല. മുറ്റിച്ചൂര, കുന്നംകുളത്ത്. മുറ്റിച്ചൂര്. അപ്പൊ ഈ പൈലിയുടെ ഇറങ്ങുന്ന ഒരു ഇറക്കമുണ്ട് ഇവിടെയുള്ള കയ്യാല പണിക്കൊക്കെ, കരിങ്കല്ല് പണിക്കൊക്കെ. അവന് വെളിപാടാ. ഒന്നാം ചെറുപ്പക്കാരൻ പയ്യൻ. അവരോട് അപ്പനോടും അമ്മയോടും ഒക്കെ പല പ്രാവശ്യം പറഞ്ഞതാ. കാരണം നമ്മളും പോകണ്ട, കാരണം അവിടെ ആളുണ്ട്. നമ്മൾക്ക് ഇവിടുന്ന് ഫോൺ നമ്പർ തരാം, അവിടെ വിളിച്ചു പറഞ്ഞാൽ അവര് ഇതിനു വേണ്ടി നടക്കുന്ന കുറച്ച് നല്ല ആൾക്കാരുണ്ട്. എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ കൊണ്ടുപോയാലും. അങ്ങനെയുള്ള പിന്നെ പുള്ളിയുടെ കൂടെ ആയി ചെറായി കൃഷ്ണപ്രസാദിന്റെ കൂടെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ മടുത്ത് കഴിഞ്ഞപ്പോ ഞാൻ നിർത്തി പോവുകയും ചെയ്തു, പറ്റൂലാവുന്ന കഴിഞ്ഞപ്പോ. അത് കഴിഞ്ഞ് പിന്നെ രത്നജാന്റെ കൂടെ പോകും. ഞാൻ എപ്പോ വിളിച്ചാലും നമ്മൾ പോകാറുണ്ട്. ഇവര് രണ്ടുപേരും നമ്മുടെ ആശാന്മാര്. മെയിൻ ആശാൻ എന്ന് പറഞ്ഞാൽ പട്ടപ്പിലാട്ടം തന്നെയാ. നമ്മളെ കൊണ്ടു നടന്നത് ഒരു തെറി പോലും പറയാറില്ല. പിന്നെ തലയെക്കെട്ട് കെട്ടാൻ പഠിപ്പിച്ചത് പുള്ളിയാണ്. ഒരു വാക്കേ വന്നോളൂ, തലയെക്കെട്ട് എടുത്തത് ഒറ്റ വെപ്പം വെക്കാവുള്ളൂ, പിന്നെ വെക്കരുതെന്ന് പറഞ്ഞു. ആ ഒറ്റ എന്നെ അനുഗ്രഹിക്കപ്പെട്ടിട്ട് ആ ദോഷം ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. ഞാൻ ആനപ്പണിക്ക് ഇറങ്ങുന്നത്. ഇത് അലക്സിനെ പറ്റിയല്ലോ അറിയാവോ? അല്ല ഇപ്പൊ പറഞ്ഞതിനെ പറ്റി. ഇവന് ഈ അടുത്ത ദിവസം രത്നാകരന്റെ ഇവരെ എപ്പിസോഡ് എടുത്ത്, എന്റെ ആശാൻ ഓണക്കൂർ രത്നാകരൻ 500 രൂപയ്ക്ക് പണി, 100 രൂപയ്ക്ക് പണി എടുത്താൽ 500 തരും. ഇവൻ തന്നേരം ഇപ്പൊ ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞേക്കണേ. പിന്നെ അല്ല പുള്ളി അതെന്നെ പുള്ളി എന്നോട് പറഞ്ഞേ, അത് ഞാൻ അങ്ങനെയല്ലായിരുന്നു, പുള്ളി രത്നജാന്റെ ആണല്ലോ എടുക്കണതാ. ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ. ശരിയായില്ലേ ഞാൻ പറഞ്ഞതൊക്കെ? പല ആൾക്കാരും എല്ലാരും പുള്ളി വഴക്കും. അപ്പൊ ഞാനിത് വന്നിട്ട് എടുത്തിട്ട് ഞാൻ കിട്ടില്ല, സമയം കിട്ടില്ല. ഞാൻ കുറച്ച് ദിവസം അവിടെ ഇരുന്നില്ലോ, അവിടെ വന്നു. ഈ നുണ പറയുന്ന കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജീവൻ പോയാൽ. ഇപ്പൊ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എടാ നീ അതിനുള്ള തെറ്റ് ചെയ്താൽ മതി, നീ അതിനുള്ള മനുഷ്യനുള്ളൂ, കൊച്ചല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, നുണ പറയുന്നു. എനിക്കിഷ്ടമല്ലോട്ടൊന്നും. ഇപ്പൊ ഞാൻ കിടങ്ങൂര് ഇങ്ങനെയാ ബോർഡിന്റെ അവിടെ ഇരുന്ന് വെളുപ്പിന് കുളിയൊക്കെ കഴിഞ്ഞ് വേലാഞ്ചേട്ടന്റെ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് കുറച്ച് ദോശയൊക്കെ തിന്നു. നമ്മളിവിടെ എങ്ങും സാധു കിട്ടൂല, രാമപുരം പാല സൈഡിലെ ദോശ. അവിടെ ഇന്നൊരു ചാർമിനാർ വിളിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ നടക്കുമ്പോഴേ കാലയിലെ ഞെട്ടി ഒടുക്കുക. അത് പുലി ജനിക്കുന്ന സമയത്ത് ജനിക്കണമെന്നാ പറഞ്ഞത്. എനിക്ക് ഒരു കാലിലൂടെ ഞാൻ പോത്ത് ജനിക്കുന്ന സമയത്ത് ജനിച്ചാണല്ലോ, എന്റെ ഒരു കാലിലൂടെ. പുള്ളി രണ്ടും കടന്നു പുൽക്കാരനും പുലിക്ക് ജനിക്കുന്ന സമയത്താന്ന് പറഞ്ഞത്. അപ്പൊ കരുത്തി ഞെട്ട് വിടുമ്പോഴും പാലഞ്ഞേട്ടൻ ആയിരിക്കുമോ ഒന്ന് നോക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് കണ്ണു തുറന്നോ. ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോയിട്ടോണ്ടിരിക്കുക. അങ്ങേരാണ് ചാടി എണിച്ചു. എന്തോ ഇത് കളഞ്ഞു സിഗരറ്റ്. എന്തോടാ വലിച്ചെന്ന് ചോദിച്ചു. ഒരു സിഗരറ്റ്. എന്റെ സിഗരറ്റ് ചാർമിനാർ. ഇനി അത് വലിക്കുമെന്ന് ചോദിച്ചു. ഇനി സിഗരറ്റ് വലിക്കുമെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഒഴിവായാലോന്ന് നോക്കും. എന്റെ തല തൊട്ട് സത്യം ഞാൻ പറഞ്ഞു, ഗുരുവല്ലേ. ഞാൻ തല തൊട്ട് സത്യം ചെയ്തു. അതിന് മുമ്പ് വന്നിട്ട് ഈ സിഗരറ്റിന്റെ പുക പുള്ളി അലക്കോർത്ത് വെള്ളത്തോർത്ത് കൊണ്ടുകൊടുക്കും. എപ്പോഴും തോളിയൊന്നുമില്ല. വണ്ടിയൊക്കെ വരുമ്പോഴേ ആനക്കാരനല്ലാണ്ട് അവൻ അതിലേക്ക് ഒരു പുക ഊതി വിട്ട് കാണിച്ചു തന്നു. പുള്ളി പനാമ വിട്ട് കാണിച്ചു തന്നു. ഇത് ഇത്രയും കറ വീഴും. ഇനി സിഗരറ്റ് വലിക്കില്ലെന്നു.
ഞാനങ്ങനെ ജോലിയില്ലാത്ത കള്ളൊക്കെ കുടിക്കുന്ന ആളായി. ആ. അപ്പൊ എനിക്കിത് കഴിച്ച അപ്പൊ തന്നെ ചാർമിനാർ വയ്ക്കണം. ആ, 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 ഞാൻ ഇന്ന് ഈ നിമിഷം വരെ ആ. സിഗരറ്റ് വലിച്ചിട്ടില്ല. ആ, ആ. ഞാനൊരു വീഡിയോ വലിക്കും. സത്യം തെറ്റിച്ചിട്ടില്ല. ആ ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ല. പിന്നെ ആ, ആ, ആ. അപ്പൊ ഈ കഥ എല്ലാവർക്കും അറിയാം. ഈ ആനക്കാർക്ക്, അന്നത്തെ ആനക്കാർക്ക് മുഴുവൻ അറിയാം. ആ, ആ, ആ. എല്ലാവരും എന്നോട് സിഗരറ്റ് ഒന്നും വലിക്കാൻ അതൊരു അതൊക്കെ അങ്ങനെ സ്വഭാവത്തിൽ പെട്ടത്. പിന്നെ ഈ സിസ്റ്ററിന്റെ അല്ല ഈ ഷർട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലേ. ഷർട്ട് മേടിച്ചോണ്ടു പിന്നെ ഭാര്യയുടെ മുണ്ടടിച്ച് എനിക്ക് എന്താ വെച്ചാൽ അവൻ പറഞ്ഞില്ലേ. ഇതൊക്കെ പിന്നെ കവിയൂർ പൊന്നമ്മേനെ പോലെ ഇരിക്കണ ഈ രവിയേട്ടന്റെ എല്ലാം ആ രവി ചേട്ടന്റെ വീട്ടിലെ പുള്ളിയുടെ അമ്മ അവരുമായിട്ട് പറഞ്ഞു എല്ലാം പറഞ്ഞില്ല. പിന്നെ അവിടെ ഒരു യക്ഷി വന്ന കഥയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പറയണില്ല. പിന്നെ അത്ര കണ്ട് നമ്മളെ സ്നേഹിച്ചിരുന്നു. പോയ വഴിക്ക് പോകുന്നത് ഞാൻ പറഞ്ഞില്ല. കൂടെയുള്ള ആളിനോട് പറഞ്ഞല്ലേ ഇല്ല. ഒരു പുള്ളി എപ്പോഴും പേര് പോട്ടുകാരാണെന്നാ പറഞ്ഞു. പുള്ളി കണ്ടാലൊക്കെ ഭയാവും. ഒരു എസയുടെ പോറുണ്ട്, നല്ല വെള്ളയാ. ആന നല്ല പേടിയാ. പുള്ളിയാ പട്ടവട്ടൻ. മുകളിൽ നിന്ന് വീണ ആന. ഈ പത്തുൽപ്പിന്റെ ആന പറഞ്ഞെന്റെ ഒരു ദിവസം ഇങ്ങനെ ഏന്റെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നീ എന്നോടൊപ്പം ഇങ്ങനെയൊക്കെ ഇത് കേട്ടോണ്ട് എന്നാ ചൂടാ നിന്നോടാവണെന്ന് ചോദിച്ചേ. എന്നോട് നോക്കിയാൽ വല്ല കുഴപ്പമുണ്ടോന്ന്. ഞാൻ ഏതായാലും ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുന്നു. ഇത്ര പറഞ്ഞുള്ളൂ. ഈ പുള്ളി അത് അവിടെ ചെന്ന് പറഞ്ഞു, താഴത്തേക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞോ. അത് ഇനി പറഞ്ഞു. അപ്പൊ എന്നിട്ട് എങ്ങനെ ചോദിച്ചോ. അല്ല എന്നോട് പറഞ്ഞ ഞാൻ ദോശയും ചായ കാപ്പിയാണ്, അതാ പുള്ളിക്ക് ഇഷ്ടം. ദോശയും തിന്നും. അപ്പൊ കൊണ്ടുവന്ന് കഴിഞ്ഞത് വെച്ചു. പുള്ളി ചായ കുടിയൊക്കെ കഴിഞ്ഞു. കൈയൊക്കെ കഴുകാൻ വെള്ളം കൊണ്ടിരുന്നു. ഒക്കെ കഴിഞ്ഞു. പണിക്കിറങ്ങുന്നതിന് മുമ്പാ. ഞാനീ പോട്ടറേ ഉള്ളൂ. അപ്പൊ ചെന്നൈ പക്ക കിട്ടാനൊക്കെ ഞങ്ങള് തന്നെ. അപ്പൊ ഞാൻ ആ പാത്രമൊക്കെ എടുത്തപ്പോ ചോദിച്ചു, നീ ആ പാത്രം കൊണ്ട് വെച്ചാൽ ചോദിക്കാൻ വരാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, കോഴി കൊത്തിയരിക്ക കുഞ്ഞുങ്ങളെ കൊത്തിപ്പിടിക്കാൻ. ഞാനത് മറന്നുപോയി. നോക്കണം മതി. അവിടെ തിരിച്ചൊന്നും പറയാനില്ല. ഞാൻ ആ കാല് രണ്ടും പിന്നെ പറയാനില്ല. അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, കാല് രണ്ടും മൂന്നോണോട്ട് തലയിൽ വെച്ചു. അപ്പൊ മുട്ട ഐസ് വെള്ളം വീഴുമ്പോ തലയിലേക്ക് വീഴുന്നുണ്ട്. നമ്മള് നോക്കുമ്പോ കണ്ണിക്കട ഉണ്ടാലോ. കാലം കരഞ്ഞാലും ബാലം കരയില്ലെന്നാ പറഞ്ഞു. അന്ന് പിരിയണത്. പിന്നെ നേരെ കണ്ടിട്ടില്ല. ഇല്ല. പിന്നെ അങ്ങനെ അപ്പൊ പൂരങ്ങൾക്കോ അല്ലെങ്കിൽ ഉത്സവത്തിനോ അങ്ങനെയൊന്നും ഒരുമിച്ച്